ഇന്നത്തെ വചനം സങ്കീർത്തനം 33:5 അവൻ നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു, യഹോവയുടെ ദയ കൊണ്ട് ഭൂമി നിറഞ്ഞിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്നലെ സങ്കീർത്തനം 33:4 നാം ഇപ്രകാരം കാണുവാനിടയായി. വചനം നേരുള്ളത് ദൈവത്തിന്റെ പ്രവൃത്തി വിശ്വസ്തം എന്ന്. സങ്കീർത്തനം 33:5 നമ്മോട് പറയുന്നു ആ വചനത്തിനും പ്രവൃത്തിക്കും പിന്നിലെ ഹൃദയം എന്താണെന്ന്. ദൈവത്തിന്റെ 2 ഇഷ്ടങ്ങൾ, ഒന്ന് നീതിയും ന്യായവും, റൈച്ചസ്നെസ് ആൻഡ് ജസ്റ്റിസ്. അവിടുന്ന് തെറ്റ് കണ്ട് കണ്ണടക്കില്ല. അതാരായൻ നീതിയോടെ പ്രവർത്തിക്കുന്ന ദൈവം. നമ്മുടെ ദൈവം അനീതിയോട് കോംപ്രമൈസ് ചെയ്യുന്നവനല്ല. അതുകൊണ്ടാണ് കുരിശ് വേണ്ടി വന്നത്. പാപം ശിക്ഷിക്കാതെ ക്ഷമിക്കാൻ അവിടുത്തെ നീതി സമ്മതിക്കില്ല. തന്റെ ഏകജാതനായ പുത്രനെ നൽകിത്തന്നു, അതിലൂടെ രക്ഷ ലഭിക്കുവാനിടയായി. 2ാമത്തെ പദം ദയ എന്നതാണ്, ഹെസേദ്. പഴയ നിയമത്തിൽ പ്രത്യേകിച്ച് സങ്കീർത്തനങ്ങളിൽ പലപ്പോഴും ഉപയോഗിക്കപ്പെടുന്ന ഒരു എബ്രായ പദമാണ് ഹെസേദ്. തന്റെ ജനത്തോടുള്ള ദൈവത്തിന്റെ വിശ്വസ്തവും നിത്യവുമായ സ്നേഹത്തെ ഹെസേദ് വിവരിക്കുന്നു. ഹെസേദ് എന്ന പദം നമ്മെ വരച്ചു കാട്ടുന്നു. ലവിങ് കൈൻഡ്നസ്, നീതി മാത്രമായിരുന്നുവെങ്കിൽ നമ്മൾ ആരും നിൽക്കയില്ല. പക്ഷേ ഭൂമി മുഴുവൻ ദയ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന ദൈവവചനം നമ്മെ ബലപ്പെടുത്തുന്നു. എവിടെ നോക്കിയാലും കരുണയുടെ അടയാളം. ശ്വാസം, സൂര്യൻ, മഴ, പുതിയ പ്രഭാതം എല്ലാം ദയയാണ്. ദയ കൊണ്ട് ഇത് കാണുവാൻ ഇടയായിത്തീരും. ഗോഡ്സ് റൈച്ചസ് ഹാർട്ട് അവർ ഹോപ്പ്. അതാണ് നമ്മുടെ പ്രത്യാശ. ഇതാണ് സുവിശേഷം. അവിടുന്ന് നീതിമാനാണ്, അതുകൊണ്ട് പാപത്തെ വെറുക്കുന്നു. അവിടുന്ന് ദയയുള്ളവനാണ്, അതുകൊണ്ട് പാപിയെ സ്നേഹിക്കുന്നു. കുരിശിൽ നീതിയും ദയയും ചുംബിക്കുന്നു എന്ന സങ്കീർത്തനം 85:10 നമുക്ക് കാണുവാൻ ഇടയാകും. നാം ആയിരിക്കുന്ന സമൂഹത്തിൽ അനീതി കാണുമ്പോൾ മടുത്തു പോകരുത്. അവിടുന്ന് നീതിയും ന്യായവും ഇഷ്ടപ്പെടുന്നു. ജീവിതം ശൂന്യമായി തോന്നുമ്പോൾ ഓർക്കുക, ഭൂമി ഇപ്പോഴും ദൈവത്തിന്റെ ദയ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആ ദയയാണ് നമ്മുടെ പ്രത്യാശ. മറന്നു പോകരുത്, ആ ദയയാണ് പ്രത്യാശ. അതിനായി ഈ വചനം സഹായകരമാകട്ടെ. ദൈവം ധാരാളമായി അനുഗ്രഹിക്കും.